ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വേറെ ഒന്നുമല്ല, സ്ത്രീകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ലാത്ത കുറച്ച് രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങൾ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏകദേശം 6 കാര്യങ്ങളുണ്ട്. ഇത് 6 മാത്രമല്ല കേട്ടോ, കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 6 നോക്കുന്നുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ത്രീക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം പുരുഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അവർ ഒരിക്കലും മറക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീക്ക് ഇഷ്ടമല്ലാത്തൊരു ഫുഡ് ഒരു പുരുഷൻ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയാണ്. അവർക്കറിയാം, അതായത് ആ ഒരു പുരുഷനറിയാം ആ ഒരു സ്ത്രീക്ക് ആ ഒരു ഫുഡ് ഇഷ്ടമല്ല എന്ന്. ഇതൊരു ഉദാഹരണമാണ്. എന്നിട്ടും അവൻ ആ ഒരു ഫുഡ് വാങ്ങി അവൾക്ക് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും അവൻ ആ ഒരു കാര്യം മറന്നാലും ആ ഒരു പെൺകുട്ടി ആ ഒരു കാര്യം മറക്കില്ല. അതായത് ഒരു ആൺകുട്ടിയെ വാങ്ങിക്കൊടുത്തിട്ട് അവനങ്ങ് പോയി, പിന്നെ അവൻ ആ കാര്യം ഓർക്കുന്നില്ല. പക്ഷേ ആ വാങ്ങിച്ച ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ ആ ഒരു കാര്യം ഒരിക്കലും മറക്കില്ല. പിന്നെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും, അതായത് പിന്നെ എത്രയ്ക്ക് നല്ല ഫുഡ് വാങ്ങി അവൻ കൊടുത്താലും അന്ന് വാങ്ങിക്കൊടുത്തൊരു ഫുഡിന്റെ കാര്യം ഉണ്ടല്ലോ, ഇതൊരു ഉദാഹരണം മാത്രമാണ്, വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരു കാര്യം പിന്നെ ഒരിക്കലും അവൾ മറക്കില്ല. അതായത് ഒരിക്കലും എന്തെങ്കിലും ഒരു മോശം കാര്യം അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അവൾ ആ ഒരു കാര്യം മറക്കില്ല എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പൊസസീവ്നെസ് ആണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ എക്സിൻ്റെ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ഭയങ്കര സന്തോഷത്തിരിക്കുകയായിരുന്നു, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിരുന്ന സമയത്ത് ആ ഒരു സ്ത്രീ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ എക്സിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇവള് നല്ല സന്തോഷത്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ പറയും, നീ പറഞ്ഞോ, ഞാൻ ഒരിക്കലും ഈ ഒരു കാര്യം പറഞ്ഞൊരു വഴക്കുണ്ടാക്കില്ല എന്ന് പറയും. എന്നിട്ട് ആ ഒരു പുരുഷൻ ആ ഒരു എക്സിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ ഒരു കാര്യം ജന്മത്തെ അവൾ മറക്കില്ല എന്നതാണ് സത്യം. പിന്നെ എപ്പോഴൊക്കെ വഴക്കിടുന്നോ അപ്പോൾ അവൾ പറയും, നീ പോയി നിന്റെ എക്സിനോട് പറ, അല്ലെങ്കിൽ നീ പോയി നിന്റെ ആ പഴയ പെണ്ണുണ്ടല്ലോ ആ ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞിട്ട് പറയും, ആ പെണ്ണോട് പോയി പറ. ഇങ്ങനെ പറഞ്ഞിട്ട് അവൾ എപ്പോഴും വഴക്കിടും. അതായത് ഒരു സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിൻ്റെയോ എക്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം അവൾ ജന്മത്ത് മറക്കില്ല എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിക്കാണ്. അതായത് ഇഷ്ടപ്പെട്ട ഒരു പുരുഷൻ വന്ന് പെട്ടെന്ന് മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്കും അവൾക്ക് പെട്ടെന്ന് വിക്കുണ്ടാകും എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു കൂട്ടം ആൾക്കാരുടെ നടുക്ക് നിന്നിട്ട് ഒരു കുട്ടി ഇന്ന് സംസാരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് നിങ്ങൾ അവളുടെ മുമ്പിലേക്ക് പോയി എങ്ങോട്ട് നിൽക്കുകയാണ്. നിങ്ങളെ കാണുന്ന ഒരു എക്സൈറ്റ്മെന്റിൽ അവൾക്ക് പെട്ടെന്ന് ഇങ്ങനെ വിക്കുണ്ടായിട്ട് അവൾക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടാവും. അതായത് ഇഷ്ടപ്പെട്ട പുരുഷന്മാരെ കാണുമ്പോൾ അല്ലെങ്കിൽ പുരുഷനെ കാണുമ്പോൾ സ്ത്രീകൾക്ക് വിക്കുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, വേറെ ഏതെങ്കിലും ഒരു സ്ത്രീനെ കുറിച്ചിട്ട് അവളുടെ ഭർത്താവോ അല്ലെങ്കിൽ ആ ഒരു ബോയ് ഫ്രണ്ടൊക്കെ പൊക്കി പറയുകയാണെങ്കിൽ ആ ഒരു കാര്യം അവൾ ഒരിക്കലും മറക്കില്ല എന്നാണ് പറയുന്നത്. അത് വെച്ചിട്ട് അവൾ കുറേ നാളത്തേക്ക് ഇങ്ങനെ ചിലപ്പോൾ വർഷങ്ങളോളം അവൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് വഴക്കിടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പുരുഷന്മാർ അവളുടെ മുമ്പിൽ വെച്ചിട്ട്, അതായത് സ്വന്തം ആ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് വേറെ സ്ത്രീകളെ പൊക്കി പറയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവളുടെ മുടി കണ്ടോ, നിനക്ക് അത്രയും മുടിയില്ലല്ലോ, അവളെ കാണാൻ കുറച്ചുകൂടി ക്യൂട്ടായിട്ടുണ്ടല്ലേ, നിന്നേക്കാളും ക്യൂട്ടാണ് അവളെ കാണാൻ, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അവൾക്ക് തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അവൾ അത് മനസ്സിൽ കൊണ്ട് നടക്കുമെന്നാണ് പറയുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടീനെ ഏതെങ്കിലും ഒരു ആൺകുട്ടി എവിടെയെങ്കിലുമൊക്കെ നിന്ന് നോക്കുവാണെങ്കിൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇവൻ എന്നെ വായി നോക്കുവാണ് എന്നുള്ളൊരു കാര്യം. എന്നാൽ അവളത് പുറത്ത് കാണിക്കില്ല എന്നതാണ് സത്യം. അതായത് ഏതെങ്കിലും ഒരു മൂലയിൽ നിന്നിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ട്, ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴോ എവിടെയെങ്കിലും ഒക്കെ നിന്നിട്ട് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടീനെ ഇങ്ങനെ നോക്കുവാണ്. അപ്പോൾ അവൾക്ക് മനസ്സിലാവും, ആ ഇവൻ അവിടെ നിന്നിട്ട് എന്നെ തന്നെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ആ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുന്നത് തന്നെ അവൻ എന്നെ കാണാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് അവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഈ മനസ്സിലായ കാര്യം പുറത്ത് കാണിക്കാതെ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ടായിരിക്കും അവൾ എപ്പോഴും ഇരിക്കുക. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് അത്യാവശ്യം എല്ലാ സ്ത്രീകൾക്കും പൊതുവേ ഉള്ള ഒരു കാര്യമാണ്. അതായത് വേറെ ഒന്നുമല്ല, ഒരു സ്ത്രീക്ക് അവളുടെ ലൈഫിൽ ഒരു ആൺകുട്ടിയോട് മാത്രമാണ് റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹം തോന്നുക. ബാക്കി എല്ലാവരും ചിലപ്പോൾ അവരിങ്ങനെ വായിലൊക്കെ നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമൻറ്റോ കാര്യങ്ങളൊക്കെ പറയും, ചുമ്മാ ക്രഷ് അടിക്കുക എന്നൊക്കെ പറയില്ല, അതൊക്കെ വെറും തമാശയ്ക്ക് അവരങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും അവൾക്ക് ജീവിതത്തിൽ ഒരൊറ്റ ഒരു ആണിനോട് മാത്രമായിരിക്കും യഥാർത്ഥമായിട്ട്, അതായത് റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടാവുക. വേറെ ആരെയൊക്കെ അവൾ വായി നോക്കുന്നു, അല്ലെങ്കിൽ കമന്റ് പറയുന്നു, ചിരിച്ചു കാണിക്കുന്നു, ഇങ്ങനെ കളിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അവൾക്ക് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്നും ഒരു സ്നേഹം ഉണ്ടാവുക ജീവിതത്തിൽ ഒരൊറ്റ ഒരു പുരുഷനോട് മാത്രമായിരിക്കും. പിന്നെ
ഇങ്ങനെ വായി നോക്കി അല്ലെങ്കിൽ കമൻറ്റ് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് വളരെ തമാശയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതായത് അവരിങ്ങനെ ഒരു നേരം പോക്കിന് ചെയ്യുന്ന കാര്യമായിരിക്കും. ഇതൊക്കെ ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും. അല്ലാതെ അവൾക്ക് അവനോട് സ്നേഹമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് ആ ഒരു 6 കാര്യങ്ങൾ. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അധികം പറയാനുണ്ട്. അതൊക്കെ നമുക്ക് ഇനിയുള്ള വീഡിയോസിലൊക്കെ നോക്കാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടം സപ്പോർട്ട് ചെയ്യണം. വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.